നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. തുലാം രാശിക്കാർ, അതായത് തുലാം രാശി മാത്രമല്ല, തുലാം ലഗ്നക്കാരും. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. ഇവർ കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങൾ മുഴുവൻ സൗഭാഗ്യങ്ങൾ നേടും. ഓക്കെ, ഇടിവെട്ട സൗഭാഗ്യം എന്ന് ഞാൻ പറയുന്നത് കാര്യം അത് ക്ലീശയായിപ്പോയി. അതുകൊണ്ട് ഇടിവെട്ട സൗഭാഗ്യം എന്ന് പറയുന്നത് അത്യധികം ഗുണാധിക്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തുലാം രാശിക്കാർ വരാൻ പോവുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലൈ 2026 ജൂലൈ 16 രാത്രിയിൽ സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു. ഓക്കെ, അവിടം തൊട്ട് ഏതാണ്ട് പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ 17 തൊട്ട് പാപഗ്രഹങ്ങൾ, ശ്രദ്ധിച്ചു കേൾക്കുക, പാപഗ്രഹങ്ങൾ ഏകദേശം ഒരു 8-9 മാസക്കാലം മാറി മാറി തുലാം രാശിക്കാർക്ക് അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ സുവ്യക്തമായിട്ട് പറയാം, നമുക്ക് ശുഭഗ്രഹങ്ങളായ ശുക്രൻ, വ്യാഴം, ബുധൻ, ചന്ദ്രൻ, ഇതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് വ്യാഴത്തിൻ്റെ കാര്യം പറയാം. വ്യാഴം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് കിട്ടുന്നത് സങ്കല്പിക്കാം. ഓക്കെ, അതേസമയം ശനി അനുകൂലമായിട്ട് നിന്നാൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടും. പക്ഷേ പ്രതികൂലമായ 2 ലക്ഷം പോവുകയും ചെയ്യും. ഓക്കെ, അതൊക്കെയാണ്. അപ്പോൾ ഈ പാപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ശനി, ചൊവ്വ, സൂര്യൻ, സർപ്പം, ശിഖി, ഈ 5 പാപഗ്രഹങ്ങൾ ഏതാണ്ട് ഇനിയുള്ള ഒരു കാലഘട്ടം, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ 17 തൊട്ട് 16 രാത്രി തൊട്ട്, ഓക്കെ, നിങ്ങൾ പ്രായോഗികമായിട്ട് 2026 ജൂലൈ 17 തൊട്ട് ഏകദേശം 2027 ജൂലൈ 3 വരെ മാറിയും തിരിഞ്ഞും ഈ 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരികയാണ്. ചെറിയ കാര്യമല്ല. ഇപ്പോൾ നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെ കാലയളവ് ഞാൻ പറയാം. ഒരു രാശിയിൽ നിൽക്കുന്നത് ഇപ്പോൾ 2.25 ദിവസം കൂടുമ്പോൾ ചന്ദ്രൻ മാറും. അത് വെച്ചാണ് നമ്മൾ ഈ ദിനഫലം, രാശിഫലം ഇടുന്നത് 2 ദിവസം കൂടുമ്പോൾ. ഓക്കെ, ശുക്രനും ബുധനും ഏകദേശം 4 ആഴ്ച ആണ് കൂടുമ്പോഴാണ് രാശി മാറുന്നത് സാധാരണഗതിയിൽ. അപ്പോൾ വ്യാഴം പക്ഷേ ഒരു വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ഓക്കെ, ഇടയ്ക്ക് വക്രഗതിയിലൊക്കെ വരും, തിരിച്ചു വരും, അങ്ങനെയൊക്കെ നടക്കും. എന്നാൽ തന്നെ പൊതുവേ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്നസെൻ്റ് പറയുന്നതാണ്, പൊതുവേ പറയുകയാണെങ്കിൽ ഈ ശുഭഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നത് വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കില്ല. അത് നമുക്ക് പൊതുവേ പറയാം. ശുഭഗ്രഹങ്ങളായിട്ടുള്ള 4 ഗ്രഹങ്ങൾ രാശി മാറുന്നു, പ്രതികൂലമായിട്ട് വന്നാലും വലിയ കൊടിയ ദുരന്തമൊന്നും സംഭവിക്കില്ല. ഇപ്പം ശുക്രൻ തന്നെ ഉദാഹരണത്തിന്, ശുക്രൻ ആകെ 12 രാശികൾ, 12 ഭാവങ്ങളാണുള്ളത്. ശുക്രൻ 9 ഭാവങ്ങളിൽ നിന്നാലും അനുകൂലമായിട്ടുള്ള ഫലം തരും. ഓക്കെ, അതേസമയം 3 രാശികളിലെ പ്രതികൂലമെന്ന് പറയാനില്ല. കാര്യം ശുക്രൻ ഒരു ശുഭഗ്രഹം, വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല. ഓക്കെ, ഒരു 1 ലക്ഷം രൂപ കിട്ടേണ്ട സ്ഥലത്ത് ചിലപ്പോൾ 10,000 രൂപ കിട്ടത്തുള്ളൂ, അത്രയേ ഉള്ളൂ. അത് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ശുഭഗ്രഹങ്ങളുടെ എല്ലാം കാര്യം അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ രാശി മാറ്റം പ്രധാനമായിട്ടും നോക്കേണ്ടത് തീർച്ചയായിട്ടും പാപഗ്രഹങ്ങളുടെയാണ്. പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് വരുന്നുണ്ടോ, അതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. പിന്നെ ഇത് അനുകൂലമായിട്ടാണെങ്കിൽ നേട്ടങ്ങൾ ഡബിളാണ്. ശുക്രൻ 1 ലക്ഷം രൂപ വരുമ്പോൾ
ചൊവ്വ 2,00,000 രൂപ തരും. നേരെ തിരിച്ചാണെങ്കിൽ ചൊവ്വ 2,00,000 രൂപ നിങ്ങൾക്ക് കടം കയറ്റി തരും. ഓക്കെ, അപ്പോൾ സംഭവം ഇവിടെ തുടങ്ങുന്നത് സൂര്യനാണ് കളി തുടങ്ങുന്നത്. ഓക്കെ, 2026 ജൂലൈ 17 തൊട്ട് നിങ്ങൾക്ക് 2 മാസം കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ സൂര്യൻ അനുകൂലമായിട്ട് വരും. ഓക്കെ, അവിടെ നമ്മൾ തുടങ്ങുന്നു. പിന്നെ ചൊവ്വ ആഗസ്റ്റ് 2-ന് എന്ന് പറയാൻ ഇനി ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഇപ്പോൾ പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപകടങ്ങളുണ്ടാവാം, നിയമപ്രശ്നങ്ങളുണ്ടാവാം, കേസ് വഴക്കുകളൊക്കെ ഉണ്ടാവാം. ആകെ മൊത്തം ടോട്ടൽ പ്രശ്നമാണ്. ചൊവ്വ ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്നു, പാപഗ്രഹമാണ്. ഓക്കെ, അതേസമയം ആഗസ്റ്റ് 2-ന് ഇത് 9ാം ഭാവത്തിലേക്ക് വരുന്നു, ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. ഓക്കെ, പക്ഷേ സെപ്റ്റംബർ 18-ന്, അതായത് 2026 സെപ്റ്റംബർ 18-ന് മുതൽ, അതായത് 2026 സെപ്റ്റംബർ 18 തൊട്ട് 2027 ജൂലൈ 3 വരെ ചൊവ്വ നിങ്ങളുടെ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. ആ കൃത്യം ഡേറ്റുകൾ പറയാം. സെപ്റ്റംബർ 18-ന് കർക്കിടകത്തിലേക്ക് വരുന്നു, നവംബർ 12-ന് ചിങ്ങത്തിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും 2027 മാർച്ച് 9-ന് കർക്കിടകത്തിലേക്ക് വരും, പിന്നെ തിരിച്ച് 2027 ഏപ്രിൽ 25-ന് ചിങ്ങം രാശിയിലേക്ക് വരും, പിന്നെ 2027 ജൂലൈ 3-ന് കന്നി രാശിയിലേക്ക് പോകും. അത് പ്രതികൂലമാണ്. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടം 2026 സെപ്റ്റംബർ 18 തൊട്ട് 2027 ജൂലൈ 3 വരെ നിങ്ങളുടെ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും ചൊവ്വ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. അനുകൂലമാണ് എന്ന് പറയുമ്പോൾ എത്ര മാസമാണ്? ഏതാണ്ട് 7 മാസത്തോളം. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, ഏകദേശം 6 മാസം ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ജൂൺ, ജൂലൈ, ഒന്നും കൂടെ എണ്ണ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഏകദേശം 9 മാസത്തോളം ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കർക്കിടകത്തിൽ ചൊവ്വ നീചനാണ്. ഓക്കെ, നീചനാണ്, ഫലങ്ങൾ കുറയും. എന്നാൽ തന്നെ അനുകൂലമാണ്. കർമ്മഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. കർക്കിടകത്തിൽ നീചനാണെങ്കിലും ചൊവ്വ കുറേ കാലം. ഇടയ്ക്ക് ചിങ്ങത്തിലോട്ടും വരും. ചിങ്ങം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 11ാം ഭാവം ലാഭസ്ഥാനത്താണ്. ഏറ്റവും നല്ല ഭാഗ്യമുള്ള ഭാവമാണ് 11ാം ഭാവം. സർവാഭീഷ്ടവും സർവകാര്യ വിജയം ഒക്കെ നേടിത്തരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു രാശി മാറ്റം എന്ന് പറയുന്നത് സർപ്പത്തിൻ്റെയും, അതായത് സർപ്പത്തിന് രാഹു എന്നും പേരുണ്ട്, ശിഖിക്ക് കേതു എന്നും പേരുണ്ട്. ഇത് രണ്ടും കൂടി ഡിസംബർ 5-ന് രാശി മാറുന്നു. അത് പ്രതികൂലമാണ്. അപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശനി മാറുന്നുണ്ട്. അത് പക്ഷേ 2027 ഒക്ടോബർ 27-നാണ്. അല്ല, 2027 ജൂൺ 3-ന് ഇത് മേടത്തിലോട്ട് വരും. അത് നിങ്ങൾക്ക് ദോഷകരമാണ്. അത് 2027 ഒക്ടോബർ 20 വരെ നിൽക്കും. ഓക്കെ, പിന്നെ അത് തിരിച്ച് മീനത്തിൽ വീണ്ടും വരും. ഒക്ടോബർ 20-ന് മീനത്തിൽ വരും. അത് കുറച്ച് കാലം കൂടെ കാണും. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഇവിടെ കണക്കാക്കുന്നത് ഏകദേശം 2027 ജൂലൈ 3 വരെയുള്ള കാലഘട്ടമാണ്.
അത് ജൂൺ 3 ശനി മാറുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് 2027 ജൂൺ 3 വരെയുള്ള ഒരു ദീർഘകാല അളവിലുള്ള ഫലമാണ് ഞാൻ പറയുന്നത്, പൊതുവിലുള്ള ഫലം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ നിരവധി വീഡിയോകളായിട്ട് വരും. ആ ശല്യങ്ങളെല്ലാം ഏറ്റുവാങ്ങാൻ നിങ്ങൾ ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇടയ്ക്ക് 2 തെറിയും വിളിച്ചോളൂ. ഇടയ്ക്ക് ഇടിവെട്ട് സൗഭാഗ്യം, ലോട്ടറി അടിക്കും, അത് ഇതൊക്കെ പറയുന്നതിന് നമ്മളെ ചീത്ത വിളിച്ചോളൂ. ഓക്കെ, എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കാര്യം നിരവധി, ഇനി ഏകദേശം ഒരു 9-10 മാസം വളരെയധികം നിർണായകമായ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിർണായകമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസരം പിന്നൊരിക്കലും കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ദിനഫലം, രാശിഫലം നിങ്ങൾ എല്ലാ ദിവസവും നോക്കുക. ഓക്കെ, അത് അതിനകത്ത് മിനിമം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടിവെട്ട് സൗഭാഗ്യം എന്ന് പറഞ്ഞ് വീഡിയോ വരും, അതും നോക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ കിട്ടാൻ വേണ്ടി, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഇടയ്ക്ക് ഈ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ ദയവേത് ഹൈപ്പിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. പാപഗ്രഹങ്ങൾ, ശുഭഗ്രഹങ്ങൾ ഈ ബുധനും ശുക്രനും ചന്ദ്രനും ഒക്കെ ചറപറ മാറുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര വലിയ ദുരിതങ്ങളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് നമുക്ക് അതല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ പാപഗ്രഹങ്ങളുടെ കളിയാണ് നമ്മൾ നോക്കേണ്ടത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ശുഭഗ്രഹം 1,00,000 രൂപ തരികയോ 1,00,000 രൂപ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ, പാപഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ 2,00,000 രൂപയും, പ്രതികൂലമാണെങ്കിൽ 2,00,000 രൂപ നഷ്ടവും വരുത്തും. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പാപഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് കുറേ കാലം, ഏകദേശം 9-10 മാസം നിങ്ങൾക്ക് ഏതാണ്ട് എല്ലാം തന്നെ അനുകൂലമാണ്. ശനി അവിടെ 2027 ജൂൺ 3 പ്രതികൂലമായിട്ട് മാറുന്നുള്ളൂ. അപ്പം ശനിയുടെ മാറ്റമല്ല, മറിച്ച് ഈ ചൊവ്വയുടെയും സൂര്യൻ്റെയും മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും സർപ്പവും ശിഖയും. ഓക്കെ, അത് സർപ്പം വൃശ്ചികം 19, അതായത് 2026 ഡിസംബർ 5 മകരം രാശിയിലേക്ക് മാറും. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. അപ്പോൾ അതും കാര്യമായിട്ട് നമുക്ക്, എങ്കിലും ഈ ഭാഗ്യപരീക്ഷകളിലൊക്കെ സാധ്യത കൂടുതൽ കിട്ടുന്നത് ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2026 സെപ്റ്റംബർ 18 നമ്മുടെ ഡിസംബർ 5 ഇടയ്ക്കുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഏകദേശം 3 മാസം ചൊവ്വാനുകൂലം, ശനി അനുകൂലം, സർപ്പവും ശിഖി അനുകൂലം. പിന്നെ സൂര്യൻ ഞാൻ പറഞ്ഞല്ലോ, അതായത് കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ അനുകൂലം. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അനുകൂലമാകുന്നത് 3, 6, 10, 11 ഈ ഭാവങ്ങളിലാണ്. ഓക്കെ, ഈ 10ാം ഭാവത്തിലും 11ാം ഭാവത്തിലാണ് നിങ്ങൾക്ക് സൂര്യൻ അനുകൂലമാകുന്നത്. തുലാം രാശിക്ക്, തുലാം ലഗ്നത്തിനും. ഓക്കെ, അപ്പോൾ പിന്നെ ഈ വരുന്ന ചിങ്ങമാസം കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് സൂര്യൻ അനുകൂലമാണെങ്കിൽ ധനുമാസമാവണം. അപ്പോൾ ഒരു വർഷത്തിൽ സൂര്യൻ അനുകൂലമാകുന്നത് 4 മാസത്തിൽ മാത്രമാണ്. കർക്കിടകം, ചിങ്ങം, ധനു, മീനം.
ഈ 4 മാസങ്ങൾ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ചൊവ്വ കയറി കിടന്നൊരു കളി കളിക്കുന്നുണ്ട്. അതാണ് കളിയുടെ പാരമ്യത എന്ന് പറയുന്നത്. എക്സ്ട്രീം കളിയാണ്. കാര്യം ഏകദേശം സെപ്റ്റംബർ 18 തൊട്ട് 2027 ജൂലൈ 3 വരെ നിങ്ങൾക്ക് അനുകൂലമാണ്. 10ാം ഭാവത്തിലും കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തിലും ചൊവ്വ കിടന്ന് കളിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പതുക്കെ ഇൻകം ടാക്സിൻ്റെ പേപ്പർ വരുമെന്നുള്ള ഉറപ്പാണ്. അതിന് എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ മുരുകനെ കാര്യമായിട്ട് പിടിച്ചോളൂ. മുരുകൻ, അതായത് മുരുകൻ്റെ കാലഘട്ടം എന്നാണ് പൊതുവെ ഒരു പുതിയ വാദം വന്നേക്കുന്നത്. മുരുകൻ്റെ കാലഘട്ടമാണ് മുരുകൻ സുബ്രഹ്മണ്യൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നല്ല, എല്ലാ ചൊവ്വാഴ്ചയും ഇപ്പോൾ ഈ ചൊവ്വ പ്രതികൂലമാണെങ്കിലും അല്ലെങ്കിലും ചൊവ്വാഴ്ച നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ, അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. അതുപോലെ തന്നെ ഓം വജത്ഭൂവേ നമഃ എന്ന മന്ത്രം ചൊല്ലുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെ ശതനാമാവലി അല്ലെങ്കിൽ സഹസ്രനാമാവലി ഒക്കെ ചൊല്ലുക. അപ്പോൾ ചൊവ്വ നമുക്ക് കാര്യമായിട്ട് നേട്ടം കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. ഇപ്പോൾ അഷ്ടമത്തിൽ നിന്നും പണി നിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ലഗ്നം കൂടെ നോക്കുക. തുലാം രാശിയാണെങ്കിലും ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എനിക്ക് കർക്കിടകം ലഗ്നമാണ്. അപ്പോൾ അതുപോലെ ലഗ്നം കണ്ടുപിടിക്കാം. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, എൻ്റെ വാട്സാപ്പ് നമ്പർ, ഫോൺ വിളിക്കരുത്. തിരക്കാണ്. ജ്യോതിഷം മാത്രമല്ല എനിക്ക് പരിപാടി, വേറെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. ബിസിനസ്സൊക്കെ നിരവധിയുണ്ട്. 60 വയസ്സിന് ശേഷം റിട്ടയർ രീതിയിലൊക്കെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് പറ്റുന്നില്ല. കാര്യം ഈ ഈശ്വരൻ പറയുന്നത് നീ നന്നായിട്ട് വർക്ക് ചെയ്യാനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തേനേയും കാട്ടിലും ഇരട്ടിയിലധികം സമയം ഞാൻ വർക്കിംഗ് അവേഴ്സാണ് എനിക്ക്. അപ്പോൾ സംഭവം ഇതാണ്, നിങ്ങൾ ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. പിന്നെ ഇതിപ്പോൾ സൗഭാഗ്യകാലം എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ഇൻകം ടാക്സിൻ്റെ പേപ്പർ വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഇൻകം ടാക്സിൻ്റെ പേപ്പർ വരണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ധനസമ്പാദനം നടക്കണമെങ്കിൽ, കടങ്ങളൊക്കെ തീർന്ന് എല്ലാം ബാങ്ക് ബാലൻസും ഇൻകം ടാക്സ് പേപ്പറും ഒക്കെ വരണമെങ്കിൽ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നേ ഒക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് വെളിച്ചം ചാലിരുന്ന് ഇടിവെട്ട് സൗഭാഗ്യം വരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വരത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? തോന്നുമ്പോൾ അമ്പലത്തിൽ പോയി തോന്നുമ്പോൾ പ്രാർത്ഥിച്ചാലൊന്നും കാര്യം നടക്കത്തില്ല. കാര്യം കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥന പുറകിലായി പോകരുത്. ഓരോരുത്തരൊക്കെ അമ്പലത്തിൽ പോകുന്നത് എപ്പോഴാണെന്നറിയാം? മക്കളെ, അച്ഛൻ അങ്ങോട്ട് വിളിക്കും, മക്കളെ ഇന്ന് ഞായറാഴ്ചയല്ലയോ, നമുക്ക് ഒരു സിനിമയൊക്കെ കാണാൻ പോകാം. ഉടനെ ഒരാൾ ബീച്ചിലും പോകണം, ഉടനെ വേറൊരാൾ നമുക്ക് മറ്റേ ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും മട്ടനും കഴിക്കണം, അത് ചെയ്യാം. ബീച്ചിൽ പോകണം. പിന്നെ ഉടനെ ഭാര്യ പറയും, എന്നാൽ നമുക്ക് ആ ഗണപതി അമ്പലത്തിലും കൂടെ പോകാം. അതായത് പിക്നിക്കിന് പോകുമ്പോഴാണ് ഓരോരുത്തർ അമ്പലത്തിൽ പോകുന്നത്. ഇവിടെ ഡെയിലി അമ്പലത്തിൽ ഒരാളുടെ കാര്യം ഞാൻ പറയാം, ആയിരക്കണക്കിനല്ല 10,000കണക്കിന് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന, അതായത് ഒരു നേരമല്ല 3-4 നേരം അമ്പലത്തിൽ മാത്രം പൂജിച്ചുകൊണ്ട് നടന്ന ഒരു സ്ത്രീയുടെ കാര്യം ഞാൻ പറയാം. അവർ 75ാമത്തെ വയസ്സിൽ മരിക്കുന്നു, ശരി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈയിടെ അവർ മരിച്ചു. പക്ഷെ സംഭവം ഇതാണ്, അവർ ഹോസ്പിറ്റലിലൊന്നും കിടന്നില്ല, പെട്ടെന്നാണ് മരണം സംഭവിച്ചത്. മരണം ദുഃഖവും നിർഭാഗ്യമൊക്കെ കൊണ്ടുവരും, ശരി. പക്ഷേ അവർ ഹോസ്പിറ്റലിൽ കിടന്നില്ല, അതുപോലെ വീട്ടിൽ ശയ്യാവലംബിയായിട്ട് കിടക്കേണ്ടി വന്നില്ല, പെട്ടെന്നായിരുന്നു മരണം.
അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. ഓരോരുത്തർ 6-7 വർഷമൊക്കെ കിടന്ന് നരകിച്ച് ബന്ധുക്കളെല്ലാം അങ്ങ് കൈയൊഴിഞ്ഞ് വിസർജ്യങ്ങളുടെ നടുവിൽ കിടന്ന് ഒക്കെയാണ് ഓരോരുത്തർ മരിക്കുന്നത്. ഇതങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അതുപോലെ വേറെ ഒരു സ്ത്രീ എൻ്റെ കൂടെ പഠിച്ചതാണ്, ക്ലാസ്മേറ്റ്. അവൾ തന്നെ സ്ത്രീയാണ്. അവൾ തന്നെ പറയാം, ആ ക്ലാസ്മേറ്റ്, എന്നെ കാണുമ്പോൾ ക്ലാസ്മേറ്റ് എന്നാണ് വിളിക്കുന്നത്. പുള്ളിക്കാരി ഫുൾ ടൈം ഭക്തിയാണ്, അമ്പലത്തിൽ നിന്ന് മാറത്തില്ല. അത് മാത്രമല്ല, ശ്രീ രവിശങ്കറിൻ്റെ അടുത്ത ആളാണ്. മരിച്ചത് എങ്ങനെയാണെന്നറിയാം, ദ്വാരകയിൽ പോയി, കർണാടകത്തിൽ. ഓക്കെ, പോയി ആരോഗ്യവതിയാണ്, പൂർണ്ണ ആരോഗ്യവതിയാണ്. യോഗയൊക്കെ ചെയ്ത് ഭയങ്കര സംഭവം, എല്ലാം നാരായണീയമൊക്കെ കാണാപ്പാടമാണ്. അങ്ങനെ മുഴുവൻ നേരവും ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിച്ച് അവർ ദ്വാരകയിൽ പോയി തൊഴുത്, കൃഷ്ണനെ തൊഴുത് ലോഡ്ജ് വന്ന് കിടന്നുറങ്ങി. രാവിലെ ചെന്ന് വിളിച്ചപ്പോൾ അനക്കമില്ല, ഉറക്കത്തിൽ മരിച്ചു. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നത്. അതൊക്കെയാണ് സൗഭാഗ്യം എന്ന് പറയുന്നത്. വിസർജ്യങ്ങളുടെ നടുവിൽ 6-7 വർഷം കിടന്ന് നരകിച്ച് മുതുകിലെ തൊലിയൊക്കെ പൊട്ടി പുഴുവരിച്ച് അല്ല അവർ മരിച്ചത്. പെട്ടെന്ന് ഒരാൾ പെട്ടെന്ന് മരിച്ചു, ഒരാൾ ഉറക്കത്തിൽ മരിച്ചു. അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ല പിക്നിക്കിന് പോകുമ്പോൾ സൈഡ് പരിപാടിയല്ല. മെയിനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ഈശ്വരനെ കൂട്ടുപിടിക്കുക. ഈശ്വരൻ്റെ കൈപിടിച്ച് നിങ്ങൾ മുന്നോട്ട് നടന്നു നോക്കൂ. നിങ്ങളുടെ മുമ്പിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും നിങ്ങൾക്ക് വഴിമാറിത്തരും. സാഗരങ്ങൾ നിങ്ങൾക്ക് വഴിമാറിത്തരും. 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ, ഇംഗ്ലീഷ്? അതിനകത്ത് ഈ കടൽ, സമുദ്രം 2 സൈഡിലേക്ക് മാറുകയാണ്. അതിലൂടെ ആ നായകൻ മുമ്പോട്ട് പോകുന്നു. അതുപോലെ ചൈനീസ് വന്മതിലൊക്കെ മാറിത്തരുമെന്നാണ് ഞാൻ പറയാം, ഈശ്വരൻ്റെ കൈ പിടിച്ചാൽ. അല്ല ഇയാളെ ഒറ്റയ്ക്ക് എന്നാൽ ആരും മാറി തരുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഉണരുന്ന ആദ്യ സെക്കൻഡിൽ നമ്മൾ ഈശ്വരൻ്റെ കൈ പിടിക്കുക. എന്നിട്ട് ചുവടുകൾ വെക്കുക. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം സൂര്യൻ ഉദിക്കും, ചന്ദ്രൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലാവ് പൊഴിക്കും, പക്ഷിക്കൂട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഗാനമാലപിക്കും. മന്ദമാരുതൻ വസന്തത്തിൻ്റെ പൂക്കളുടെ മുഴുവൻ സൗരഭ്യവും കൊണ്ട് മന്ദമാരുതൻ നിങ്ങളെ വന്ന് പരിരംഭണം ചെയ്യും. ഈശ്വരൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുമ്പോട്ട്. എങ്ങനെ ഈശ്വരൻ്റെ കൈ പിടിക്കുന്നത്? ചുമ്മാ കാണാൻ വയ്യാത്ത ഒരാളെ കൈ പിടിക്കുന്നത് എങ്ങനെയാണ്? മന്ത്രങ്ങൾ, കൃത്യനിഷ്ഠ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ. ഓരോരുത്തരൊക്കെ എഴുന്നേൽക്കുന്ന 8 മണിക്കും 9 മണിക്കും ഒക്കെയാണ്. ബ്രഹ്മമുഹൂർത്തമൊക്കെ സമയത്തൊക്കെ കിടന്ന് ഉറങ്ങും. ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് കൃത്യസമയത്തിന് വിളക്ക് കത്തിച്ച് നോക്കുക. ഒരു 5 o'clock, ഒരു 4:30 എഴുന്നേറ്റിട്ട് കുളിച്ച് ഒരു 5 മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കണം? അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9847291363. ഫോൺ വിളിക്കരുത്, തിരക്കാണ്.
നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ 24 മിനിറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു. പക്ഷേ സംഭവം ഇതാണ്, ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥന, അതാണ് പ്രധാനം. ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിച്ചെങ്കിലേ ഈശ്വരൻ കേൾക്കുകയുള്ളൂ. എല്ലാ ദിവസവും 5 മണിക്ക് പ്രാർത്ഥിക്കുക. ഷാർപ്പ് പട്ടാള ചിട്ടയോടെ നിങ്ങൾ ജീവിക്കുക. 5 മണിക്ക് ഇന്ന് രാവിലെ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇന്ന് 5 മണിക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാളെ രാവിലെ 5 മണിക്ക് നിങ്ങളുടെ അരികിൽ, നിങ്ങൾ എവിടെ ആയാലും, ഗൾഫിലായാലും ഓസ്ട്രേലിയയിലായാലും, നിങ്ങളുടെ അരികിൽ ഈശ്വരനെത്തും. ഈശ്വരൻ സർവ്വവ്യാപിയാണ്. തൂണിലും തുരുമ്പിലും മാത്രമല്ല, ഈ അന്തരീക്ഷങ്ങളിലെല്ലാം ഉണ്ട് ഈശ്വരൻ്റെ സാന്നിധ്യം. ആ സാന്നിധ്യം, ആ ഈശ്വരൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അരികിലെത്തും. നിങ്ങൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ കൃത്യസമയത്തിന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ. അങ്ങനെ ഈശ്വരൻ വരുമ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഓരോ ഹോട്ടലിലൊക്കെ കയറി മട്ടനും പൊറോട്ടയൊക്കെ അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് തിന്നുകൊണ്ടിരിക്കുക. ഭഗവാനെ എന്നെ രക്ഷിക്കണേ. അയക്കാത്ത മട്ടൻ കിടക്കുമ്പോഴാണ് ഓരോരുത്തർ പറയുന്നത് ഈശ്വര രക്ഷിച്ചേക്കണമെന്ന്. അത് നടക്കത്തില്ല. അതുകൊണ്ട് ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വരും. ഇൻകം ടാക്സിൻ്റെ പേപ്പർ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സങ്കടമാണ്. അല്ല, ഇൻകം ടാക്സിൻ്റെ പേപ്പർ വരാനും ഒരു യോഗം വേണം. കോടിക്കണക്കിന് രൂപ വന്ന് ബാങ്ക് ബാലൻസ് ഒക്കെ വരുമ്പോഴാണ് ഈ ഇദ്ദേഹം നമ്മുടെ ഇൻകം ടാക്സ് അനങ്ങുന്നത്, ഇവരാൾ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ ഭാഗ്യമാണ്. ആ ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. അതിന് ആദ്യം വേണ്ടത് നിങ്ങൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കുക, കർമ്മങ്ങൾ ചെയ്യുക. മടിയന്മാരെയൊന്നും 8 മണി വരെ ഒന്നും കിടന്ന് ഉറങ്ങുന്നതിനൊന്നും ഒരു ദൈവം സഹായിക്കത്തില്ല. അവരും പോലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വെളിച്ചം ചാനലിൻ്റെ പ്രഡിക്ഷനൊക്കെ തെറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല. ഓക്കെ, അപ്പോൾ നീട്ടുന്നില്ല. എല്ലാവർക്കും, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.